ഹായ് നമസ്കാരം. അപ്പോൾ ഇത് ഞാനൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണ റീഡിംഗ് ഒരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് മെസ്സേജസ് വരണതെന്ന്. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഉള്ള പേഴ്സൺ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെച്ചാൽ അതൊരു നിങ്ങളൊരു തേർഡ് പാർട്ടിയാണ്. അതല്ലച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ട് ആൻഡ് ആ പാർട്ട്ണറുടെ വേറെ ഒരു അഫെയർ ഉണ്ടെച്ചാൽ അതും ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ട് ആൻഡ് നിങ്ങൾ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ അതും ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾക്ക് നോക്കാം എന്താ മെസ്സേജസ് വരണതെന്ന്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ എനർജി. 10 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല ഹാപ്പിയായി റിലേഷൻഷിപ്പാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി എന്താണ്? തേർഡ് പാർട്ടിയുടെ എനർജി 6 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൻ്റെ എനർജിയിൽ ഞാനിവിടെ കാണുന്നത് കുറേ എനർജി ഒരു സ്റ്റേബിൾ അല്ലാത്ത എനർജീസാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇതിൻ്റെ മുമ്പും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനർജി ബാലൻസ്ഡ് ആയില്ല. പക്ഷേ ഇപ്പോൾ വരാൻ പോണ എനർജി കുറേയും കൂടിയും ബാലൻസ്ഡ് ആണ്. അപ്പോൾ അവരുടെ മനസ്സിലും കുറച്ചൊരു ബാലൻസ് വരുന്നുണ്ട്. നല്ല ഒരു സ്റ്റേബിൾ സമയമാണ് വരാൻ പോണത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് എനർജി ഉള്ളത്? പാസ്റ്റിൻ്റെ എനർജി എന്താണ്? പാസ്റ്റിൽ ഞാനൊരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ്. അപ്പോൾ എന്താണ് ഇവിടെ ബ്ലോക്ക് ഉള്ളത്? അപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ റീസെൻ്റ്ലി മീറ്റ് ചെയ്ത എനർജി ആണ് കാണുന്നത്. റീസെൻ്റ്ലി അല്ല വെച്ചാൽ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ട്. പക്ഷേ മീറ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റൻറ്റ് ഒരു കണക്ഷൻ ഉണ്ടായി. എന്താണ് ഇവിടെ തൽക്കാലം ഇപ്പോഴത്തെ എനർജി 10 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചറിൽ ടവറാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു വലിയ മാറ്റം, ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ എന്താ പറയുക, എന്തോ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. ടവർ എനർജി എന്താണ് ഇവിടെ? എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. അതുകൊണ്ട് നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആവണു. നിങ്ങൾ രണ്ടാളും ഇൻഫാക്റ്റ് കുറേ ഇവിടെ സ്ട്രെസ് ഉണ്ട്, കുറേ പേടി, ആങ്സൈറ്റി എല്ലാം കാണുന്നുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ എന്തോ ഒരു കാര്യം പുറത്ത് വരണു. എന്താണ് ഈ ടവർ എനർജി? 3 ഓഫ് കപ്സ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തോ ഒരു വലിയ കാര്യം, ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പുറത്ത് വരുന്നുണ്ട്, ഇല്ലച്ചാൽ എല്ലാവരും അറിയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതും അല്ലച്ചാൽ എന്തോ ഇവിടെ ഒരു വലിയ ബ്രേക്കപ്പിൻ്റെ എനർജി കാണാണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ് മാതിരി ഒരു എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ഇവിടെ? ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുക? അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും കുറച്ച് സമയം വരെ ഒരു സിംഗിൾ എനർജിയിലാണ്. എന്താണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്? ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് 5 ഓഫ് wands ആണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടെ കുറേ ക്ലാഷ് ഉണ്ട്, കുറേ വഴക്കുണ്ട്. ചില വേറെ ആൾക്കാർ ഇവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും അതുകൊണ്ട് ഹാപ്പി അല്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അഡ്വൈസ് ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് ആക്ച്വലി ഇവിടെ നിങ്ങളോട് കുറേ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഒരു പ്രാക്ടിക്കലായിട്ട് ഡിസിഷൻസ് എടുക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ ക്വീൻ ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. ഈ പേഴ്സൻ്റെ എനർജി ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത പേഴ്സണാണ് ഇത്. എന്താ അല്ല വെച്ചാൽ എല്ലാം ഡയറക്റ്റ്ലി പറയണ മാതിരി ഒരു പേഴ്സണാണ്. അവരൊന്നും പറഞ്ഞാൽ
ഡിപ്ലോമാറ്റിക് ഒട്ടുമല്ല. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ് എപ്പോഴും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് ആ എനർജിയിലാണ് ഫ്യൂച്ചറിൽ ആ എനർജി ആണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറയണത്. എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ഈ പേഴ്സണോട് ചോദിക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ആൻഡ് ഈ പേഴ്സൻ്റെ കാര്യത്തിലെല്ലാം ഒരു ഡിസിഷൻസ് തീരുമാനം എടുക്കണത് പ്രാക്ടിക്കലായിട്ട് വേണം തീരുമാനം എടുക്കുക. ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവോഴ്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾ മേ ബി ഒരു ഡിവോഴ്സ് എടുക്കണ തീരുമാനം എടുക്കുന്നുണ്ടാവും. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവാൻ തീരുമാനിക്കുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളൊരു തേർഡ് പാർട്ടിയിലാണ്, നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും പറയുണ്ടാവുക. എന്താ വെച്ചാൽ നിങ്ങളുടെ എന്താണ് ഫ്യൂച്ചർ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങളുടെ റൈറ്റാണ്. ഈ പേഴ്സൺ എന്താണ് തീരുമാനിക്കാൻ പോണത്, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും, ഇതൊക്കെ അറിയണത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ട് വെച്ചാൽ അത് ക്ലിയറായി നിങ്ങളോട് ചോദിക്കണം. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. അപ്പോൾ എന്താണ് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് എന്താ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടാവുക? പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയമെടുക്കും. ഈ ഇൻഫർമേഷനൊക്കെ നിങ്ങൾ ഗ്യാദർ ചെയ്യാൻ നോക്കും. അവരുടെ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കും. എന്താ വെച്ചാൽ എന്താണ് ഈ പേഴ്സൺ പറയണത് ശരിയാണോ, വേറെ എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവരുടെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കാൻ നോക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ കുറേ ക്യൂരിയസ് ആണ് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്, നിങ്ങൾ ഇവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? ഇവിടെ ഔട്ട്കം 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫാമിലി എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഫാമിലിക്കാണ് കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക. നിങ്ങളുടെ ഫാമിലിയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലീനെയാണ് ചൂസ് ചെയ്യുക. പറഞ്ഞാൽ നിങ്ങൾ തേർഡ് പാർട്ടീനെ വിട്ടിട്ട് ഫാമിലീനെയാണ് ചൂസ് ചെയ്യണത്. അവരുടെ ഫാമിലി ഉണ്ട് വെച്ചാൽ അവർ നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടി നിങ്ങളാണ് വെച്ചാൽ നിങ്ങളെ വിട്ടിട്ട് അവർ ഫാമിലീനെ ആണ് ചൂസ് ചെയ്യാൻ പോകണത്. എന്താ വെച്ചാൽ ഇവിടെ മൂൺ ഒരു സീക്രട്ടിൻ്റെ എനർജിയാണ്. ഈ കാര്യം പുറത്തു വരാനുള്ള ചാൻസസ് ഹൈ ആണ്. എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിക്ക് ഇതൊക്കെ അറിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇവിടെ ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ കുട്ടികളുണ്ട് വെച്ചാൽ അത് വിട്ട് ആരും വരില്ല. പറഞ്ഞാൽ അതിൻ്റെ കാരണം ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ അവരുടെ പാർട്ട്ണറിനെ വിടില്ല, നിങ്ങളുടെ പാർട്ട്ണറിന് വിടാൻ തയ്യാറല്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ സീക്രറ്റ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇവിടെ പ്രഗ്നൻസിയുടെ ന്യൂസും ഉണ്ട്. ഇപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ന്യൂസെന്ന് വെച്ചാൽ നിങ്ങളാണോ പ്രഗ്നൻറ്റ്, അതല്ല വെച്ചാൽ അവരുടെ സൈഡിൽ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളൊരു ക്രോസ് റോഡ്സിലാണ്. എന്താ വെച്ചാൽ എന്താ തീരുമാനിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് ആണ് കേൾക്കാൻ പറയണത്. കിങ് ഓഫ് സോഡ്സ് ഇവിടെ ഒരു ലോയർ ഇല്ല ഡോക്ടറുടെ എനർജിയും ഉണ്ട്. പക്ഷേ അതല്ലാണ്ട് ഒരു പ്രാക്ടിക്കലായി ഡിസിഷൻ എടുക്കാൻ ആണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഔട്ട്കം ഇവിടെ കുറേ ഔട്ട്കംസ് ഉണ്ട്. 3 ഓഫ് സോഡ്സ് ആണ് ഫൈനൽ ഔട്ട്കം. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് ഇത്. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഇതിലൊരു ഫ്യൂച്ചർ ഇല്ലാത്ത എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്വിക്ക് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്, പൈസീസ്, ക്യാൻസർ ഉണ്ട്, ആൻഡ് ഇടയ്ക്ക് ഒരു ഫയർ സൈൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണിച്ചാൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിങ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക. കോൾസ് ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മെസ്സേജ് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.